ഇതെല്ലാം ഒത്തുവന്നാൽ ഭാരതരിക്ക് ബദലായുള്ള കേരള ബ്രാൻഡ് അരി സംസ്ഥാന സർക്കാർ രംഗത്തിറക്കും. കെ സ്റ്റോറൊക്കെ തുടങ്ങിയവർ പിന്നെ കെ റൈസ് എന്നല്ലാതെ മറ്റെന്ത് പേരിടാനാണ്? ഭാരതരിക്ക് ബദലായി കേരള സർക്കാരിന്റെ അരി വിപണിയിലെത്തുമെന്നും ആ ബ്രാൻഡിന്റെ പേര് കെ റൈസ് എന്നാകുമെന്നും ആദ്യം ചർച്ചയാക്കിയത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. ഒരു കെ അരി നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. ഭാരത സർക്കാർ ഭാരത് അരി ഇറക്കിയത് കൊണ്ട് തന്നെ കേരള സർക്കാർ കെ അരി ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല. പിന്നാലെ ഭക്ഷ്യമന്ത്രി GR അനിൽ സ്ഥിരീകരിച്ചു. മാതൃഭൂമി അതിന് ഒരു അന്വേഷണവും അതിനൊരു ഒരു ഫീച്ചറും കാണാനിടയായിട്ടുണ്ട്. മാതൃഭൂമിയുടെ മനസ്സിലെ ആശയം തന്നെയാണ് ഞങ്ങൾ നേരത്തെ ചിന്തിച്ചത്. കെ റൈസ് എന്ന പേര് മാതൃഭൂമി ന്യൂസിലൂടെ ചർച്ചയായതോടെ ഭക്ഷ്യവകുപ്പ് ബദൽ അരിക്ക് ഈ പേര് തന്നെ നിശ്ചയിച്ചു. ശബരി കെ റൈസ്. വിൽപ്പന സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ. ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവകുപ്പ് നടപടി തുടങ്ങി. ശബരി കെ റൈസ് വിപണിയിലെത്തിക്കാൻ അരിക്കായുള്ള ടെൻഡർ തിങ്കളാഴ്ചയോടെ ക്ഷണിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാനുള്ള ശ്രമമാണ് ടെൻഡർ. കെ റൈസിന്റെ പരമാവധി വില 30 രൂപ വരെ മതിയെന്നാണ് തീരുമാനം. കാരണം കേന്ദ്രം നൽകുന്ന ഭാരതരി പച്ചരിയാണ്. അതിന്റെ വില കിലോ 29 രൂപയാണ്. സപ്ലൈകോ 750 കോടി രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ നിലവിലുള്ള വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുക്കില്ല. ആന്ധ്ര അരി ലഭ്യമാക്കാൻ പുതിയ വിതരണക്കാർ എത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.